ഹായ് ഓൾ, വെൽക്കം ടു എജുബി. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനാണ് വിളിച്ചത്. അത് കുറച്ച് പേര് അറിഞ്ഞാണ്, കുറച്ച് പേര് അറിഞ്ഞില്ലായിരിക്കും. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ വേക്കൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് 10th ആണ്. ഓക്കെ, മെട്രിക്കുലേഷൻ പാസ്സായ ആർക്കും ഇതിൻ്റെ എക്സാം എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മെട്രിക്കുലേഷൻ കഴിഞ്ഞ് ഗ്യാപ്പ് ഉള്ളവർക്കും വേറെ ഒരു ജോബിലേക്ക് കയറിയവർക്കും നോക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുമ്പോൾ അത് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും IB. അതിൻ്റെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. SIയുടെ പോസ്റ്റാണ്. 4987 വേക്കൻസീസ് ആണ് ഓവറോൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാ റീജിയനും കൂടെ ചേർത്തിട്ട് 4987 വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അവർ റീജിയൻ ബേസ് സെപ്പറേറ്റ് പറയും. ഓക്കെ, ഓരോ റീജിയനും ഇത്ര വേക്കൻസി ആണ് എന്നുള്ളത് അവർ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ വരുന്നത് ട്രിവാൻഡ്രം റീജിയനിലാണ് വരുന്നത് വേക്കൻസി റിലീസ് ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രം റീജിയനിലെ 334 വേക്കൻസീസ് ആണ് ഓവറോൾ ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ ജനറൽ വരുമ്പോൾ 183, OBC 94, SC 21, ST 2, EWS 34. ഈ കാറ്റഗറി വൈസ് പറയുമ്പോൾ അങ്ങനെയാണ് വേക്കൻസീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 334 വേക്കൻസീസ് ആണ് ട്രിവാൻഡ്രം റീജിയനിൽ എന്ത് ചെയ്തിട്ടുള്ളത്? റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം എത്രയും പെട്ടെന്ന് ഒരു കേന്ദ്ര സർക്കാർ ജോലിയിൽ കയറിപ്പറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ എക്സാം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്, ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. പോയിട്ട് ഇത് ഇന്റലിജൻസ് ബ്യൂറോയുടെ എക്സാം ആണെന്ന് പറഞ്ഞു. മെട്രിക്കുലേഷൻ ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്നും പറഞ്ഞു. അപ്പോൾ എക്സാം വരുമ്പോൾ നമ്മൾ അത് ബേസ് ചെയ്ത് കുറച്ചുകൂടെ അതിനേക്കാളും ഒരു ബേസിട്ട് ഒരു ലെവലിട്ട് പഠിക്കുക. എന്നാലും അത്യാവശ്യം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ എക്സാം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യം, എക്സാമിൻ്റെ ഫീസ്, അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ സിലബസിനെ പറ്റിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുമ്പോൾ പേ സ്കെയിൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ മിനിമം പേ സ്കെയിൽ എന്ന് പറയുന്നത് 21,700 to 69,100, ഒരു 69,100 റേഞ്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു 50,000 പ്ലസ് ഷുവറായിട്ട് കിട്ടുന്ന ഒരു ജോലിയാണ് ഈ IBയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇത് ലെവൽ 3 ആണ് വരുന്നത്. ഓക്കെ, ലെവൽ 3 ആണ് വരുന്നത്. ദെൻ ഏജ് പറയുന്നുണ്ട്. ഓക്കെ, ഏജ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നതെന്ന് പറയുന്നത് 18നും 27നും ഇടയിലായിരിക്കണം. 18 വയസ്സോ 27 വയസ്സായിരിക്കണം. 18ആണ് മിനിമം ഏജും മാക്സിമം ഏജ് പറയുന്നത് 27 വയസ്സുമാണ് പറയുന്നത്. അതിൽ OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏജ് എന്ന് പറയുമ്പോൾ 18-27 ആണ്. ഏജ് റിലാക്സേഷൻ OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സാം എന്ന് പറയുമ്പോൾ ഇതിൽ ടയർ 1, ടയർ 2, ടയർ 3 ആണ് വരുന്നത്. ഓക്കെ, ടയർ 1 വരുന്നുണ്ട്, ടയർ 2 വരുന്നുണ്ട്, ടയർ 3 വരുന്നുണ്ട്. ടയർ 1ൽ 5 സെക്ഷനായിട്ടാണ് എക്സാം വരുന്നത്. ഓക്കെ, 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ് വരുന്നത്. അത് 5 സെക്ഷനായിട്ട് ഓരോ സെക്ഷനും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് വരും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് വരും. ദെൻ റീസണിങ്ങിൻ്റെ 20 ക്വസ്റ്റ്യൻസ് വരും. ഇംഗ്ലീഷിൽ 20 ക്വസ്റ്റ്യൻസ്, ജനറൽ സ്റ്റഡീസിൽ 20 ക്വസ്റ്റ്യൻസ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു മെട്രിക്കുലേഷൻ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്ന ഒരു എക്സാം ആണ്. സോ ആ ലെവലിൽ വരുന്ന GKയുടെ ടോപ്പിക്സ് ആയിരിക്കും, സയൻസ് ടോപ്പിക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ പ്രിലിംസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 100 മാർക്കിനാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 അവർ ആണ് ടൈം വരുന്നത്. ഓക്കെ, കോമ്പോസിറ്റ് ടൈം 1 അവർ ആണ് പറയുന്നത്.
ഇതിൽ നെഗറ്റീവ് മാർക്കുണ്ട് 0.25 വെച്ച് 4 തെറ്റുമ്പോൾ 1 മാർക്കായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടയർ 1ന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ടയർ 2 വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ റീജിയൻ ബേസാണ് വേക്കൻസീസ് റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ട്രിവാൻഡ്രത്താണ് നമ്മൾ അത്രയും വേക്കൻസി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ റീജിയൻ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ടയർ 2 വരുന്നത്, ഡിസ്ക്രിപ്റ്റീവിൻ്റെ ടൈപ്പ് വരുന്നത്. അതിലെന്ന് പറയുന്നത് നമുക്ക് 2 പാസേജ് എന്നേക്കും അതിന് എന്ത് ചെയ്യുക, 500 വേർഡ്സിന്റെ പാസേജ് ആയിരിക്കും. അതിനെ ലോക്കൽ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്നും ലോക്കൽ ലാംഗ്വേജിലേക്കും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ട്രിവാൻഡ്രമാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 500 വേർഡ്സിന്റെ ഒരു പാരഗ്രാഫ് തരുമ്പോൾ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരിക്കും, സെക്കൻഡ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒരു സെന്റൻസ് കാണും. ഓക്കെ, ടയർ 3 വരുമ്പോൾ ഇന്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ടയർ 3 വരുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവിൻ്റെ സെക്ഷൻ വരുന്നതെന്ന് പറയാൻ ടയർ 2 വരുന്നത് 50 മാർക്കിന് 1 അവർ ആണ് വരുന്നത്. ഇന്റർവ്യൂ വരുന്നത് 50 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് 3 ടയറാണുള്ളത്. ടയർ 1, ടയർ 2, ടയർ 3 ആണ് വരുന്നത്. ടയർ 1ന്റെ പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടയർ 2ന്റെ പാറ്റേൺ നമ്മൾ പറഞ്ഞു, അത് ഡിസ്ക്രിപ്റ്റീവ് ആണ് വരുന്നത്. ടയർ 3 വരുമ്പോൾ ഇന്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റും ആണ് വരുന്നത്. ഓക്കെ, ദെൻ എക്സാം സെന്റേഴ്സ് എവിടേക്കാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കേരളത്തിൽ തന്നെ സെന്റേഴ്സ് വരുന്നത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂരാണ് സെന്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം എക്സാം സെന്റേഴ്സ് നമ്മൾ നോക്കി. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 26 ജൂലൈയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈവാണ്, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ലൈവാണ്. 17/8 വരെ, അതായത് ഓഗസ്റ്റ് 17 വരെ ആയിരിക്കും ഈ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 17 വരെ ആയിരിക്കും ഈ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഡേറ്റ് മിസ്സാക്കാതെ അത്യാവശ്യം പ്രിപ്പറേഷൻ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അത്യാവശ്യം ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു ചാൻസ് ആണ്. ആരും ദയവേത് മിസ്സാക്കരുത്. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഓൾ കാൻഡിഡേറ്റ്, എല്ലാ കാൻഡിഡേറ്റിനും 550 രൂപ പ്രോസസ്സിംഗ് ചാർജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം SC ST OBC ഫീമെയിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല, എല്ലാ കാൻഡിഡേറ്റിനും 550 രൂപ പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ട്. പോയിട്ട് മെയിൽ കാൻഡിഡേറ്റ് UR EWS OBC കാറ്റഗറീസിന് എക്സാമിനേഷൻ ഫീസ് 100 രൂപയും കൂടി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 650 രൂപയാണ് മെയിൽ കാൻഡിഡേറ്റ് UR EWS OBC കാറ്റഗറീസിന് വരുന്നത്. ഫീമെയിൽ SC STക്ക് 550 പ്രോസസ്സിംഗ് ചാർജ് മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫീസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് റീഫണ്ടബിൾ അല്ല, ഇത് റീഫണ്ട് ചെയ്യത്തില്ല. ഈ ഫീസ് പേയ്മെന്റ് ചെയ്യുന്നത് നമുക്ക് തിരിച്ച് റെയിൽവേയുടെ എക്സാംസ് പോലെ വേറൊന്നും റീഫണ്ട് ചെയ്യത്തില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്. 50,000 പ്ലസ് നമുക്ക് സാലറി കിട്ടുന്നതാണ്. സോ ഈ 550 രൂപ അല്ലെങ്കിൽ 650 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് സെറ്റിൽമെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മെട്രിക്കുലേഷൻ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഈ എക്സാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഒരു കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ സപ്പോസ് മാത്സ് റീസണിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ലെവലായിരിക്കും വരുന്നത്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസിൻ്റെ ആണ്, അത് 10th ലെവലായിരിക്കും വരുന്നത്. അപ്പം അത്യാവശ്യം എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.